ജൂലൈ 5-ന് ജപ്പാനിൽ യാതൊന്നും സംഭവിക്കില്ല. എങ്ങനെയാണോ ഇന്നലെ വരെ ജപ്പാനിലെ ജനങ്ങൾ ജീവിച്ചിരുന്നത് അതേ അവസ്ഥയിൽ തന്നെ അടുത്ത ദിവസങ്ങളിലും ജീവിച്ച് മുന്നോട്ട് പോകാൻ പറ്റും എന്ന് പറഞ്ഞാൽ റിയോ തത്സുഗിയുടെ ഭൂകമ്പ പ്രവചനം അല്ലെങ്കിൽ വലിയൊരു പ്രകൃതി ദുരന്തത്തിൻ്റെ പ്രവചനം അത് യാഥാർത്ഥ്യമല്ല എന്ന് ജപ്പാൻ ഭരണകൂടം ഔദ്യോഗികമായി തന്നെ ജനങ്ങളോട് പറയുകയാണ്. ഒരു കാരണവശാലും ഇത്തരത്തിലുള്ള പ്രവചനങ്ങളെ വിശ്വസിക്കാതിരിക്കാനുള്ള ബുദ്ധി നിങ്ങൾ ജനങ്ങൾ കാണിക്കണം. ഒരാൾക്കും ഇങ്ങനെ ഭൂകമ്പത്തെ മുൻകൂട്ടി പ്രവചിക്കാൻ കഴിയില്ല. ഇന്ന സ്ഥലത്ത് ഇന്ന സമയത്ത് ഭൂകമ്പം ഉണ്ടാകും. ഇത്തരത്തിലുള്ള പ്രവചനങ്ങൾ സോഷ്യൽ മീഡിയ ഏറ്റെടുത്ത് വലിയ രീതിയിലുള്ള ചർച്ചാ വിഷയമാക്കി മാറ്റുകയാണ്. ഒരു കാരണവശാലും ജപ്പാനിലെ ജനങ്ങൾ ഭയാശങ്കരാകരുത്. നിങ്ങൾ ധൈര്യമായിട്ടിരിക്കൂ. റിയോ തത്സുഗിയുടേത് വെറും ഒരു പ്രവചനം മാത്രമാണ്. ഇത്തരം പ്രവചനങ്ങൾക്ക് ശാസ്ത്രീയമായ അടിത്തറയില്ലെന്ന് ഭൂകമ്പ രംഗത്തെ വിദഗ്ധർ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഗവേഷണം നടത്തുന്നവർ ശാസ്ത്രജ്ഞരൊക്കെ വ്യക്തമാക്കിയിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഗവൺമെൻറ്റും പറയുന്നത്. ഒരു പക്ഷേ ജപ്പാൻ എന്ന് പറയുന്നത് ഏറ്റവും അധികം ഭൂകമ്പ സാധ്യതയുള്ള ഒരു രാജ്യം തന്നെയാണ്. അതുകൊണ്ടാകാം റിയോ തത്സുഗയെ പോലെയുള്ള ചിലരുടെ പ്രവചനങ്ങളെ ജനങ്ങൾ ഇത്രയധികം ഭയക്കുന്നത്. ഇത് മാത്രമല്ല, ഈ ജൂണിനും ഓഗസ്റ്റിനും ഇടയിൽ ജപ്പാനിൽ വലിയൊരു ഭൂകമ്പ സാധ്യതയുണ്ട് എന്ന് മറ്റൊരു വിദഗ്ധൻ അല്ലെങ്കിൽ മറ്റൊരു പ്രവാചകൻ നേരത്തെ ഇത്തരത്തിലുള്ള അഭിപ്രായം രേഖപ്പെടുത്തി. അതും റിയോ തത്സുഗയുടെ പ്രവചനവുമായി കണക്ട് ചെയ്തിട്ടാണ് ജനങ്ങൾ ഭയപ്പെടുന്നത്. ഇതിനിടയിൽ ജനങ്ങൾ പറയുകയാണ്, ഭരണകൂടത്തിന് അത്രയും വലിയ ആത്മവിശ്വാസമുണ്ടെങ്കിൽ ഇത്രയധികം ഭൂചലനമുണ്ടായ ഈ ദ്വീപിലേക്ക് നിങ്ങൾ വന്ന് നിൽക്ക്, അല്ലെ ദ്വീപിന് സമീപത്തേക്ക് നിങ്ങളുടെ സംവിധാനങ്ങളൊക്കെ ഒരുക്ക് എന്ന് പറയുന്നുണ്ട്. ഇതിനെക്കുറിച്ച് ജപ്പാൻ ഭരണകൂടം ഒന്നും മിണ്ടുന്നില്ല എന്ന് മാത്രമല്ല, ഇപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങൾ അനുസരിച്ച് അവിടെയുള്ള ഇപ്പോൾ ഈ കഗോഷിമ എന്ന് പറയുന്ന ദ്വീപ്, അതാണ് ജനവാസ കേന്ദ്രമായ ദ്വീപ് എന്ന് പറയുന്നത്. തോഗാര ദ്വീപ സമൂഹത്തിലെ ഈ കഗോഷിമയിലെ 90ഓളം കുടുംബങ്ങളെ ഇപ്പോൾ അവിടെ നിന്ന് മാറ്റി പാർപ്പിച്ചു. ജപ്പാൻ ഭരണകൂടം അത്തരത്തിലൊരു നിലപാട് സ്വീകരിച്ചു എന്നാണ് പറയുന്നത്. അതായത് അക്കുസേഗി ദ്വീപിലെ ഒരു സ്കൂളിൻ്റെ പ്ലേ ഗ്രൗണ്ടിലേക്കാണ് ഇവരെ മാറ്റിയത്. നിങ്ങൾ സുരക്ഷിതമായിട്ട് ഇവിടെ നിൽക്കും. അപ്പം ഏതാണ്ട് 1500ഓളം വരുന്ന കുടുംബങ്ങൾ അവിടെ ഉണ്ടെന്നും അതിൽ തന്നെ ഇത്രയും കുടുംബങ്ങളെ വളരെ സേഫായ സ്ഥലത്തേക്ക് മാറ്റുന്നു എന്നൊക്കെ അഭ്യൂഹം വരുന്നു. ഇപ്പോൾ അവിടുത്തെ മുനിസിപ്പാലിറ്റിയിലെ ഒരു ഉദ്യോഗസ്ഥൻ തന്നെയാണ് ഈ വിവരം വ്യക്തമാക്കിയിരുന്നത്. 90ഓളം കുടുംബങ്ങളെ അവിടെ നിന്ന് മാറ്റിപ്പാർപ്പിച്ചു. എന്നാൽ ജപ്പാൻ ഭരണകൂടം ഔദ്യോഗികമായി പറയുന്നത് ഇപ്പോഴല്ല ജപ്പാനിൽ ഇത്തരത്തിലുള്ള ഒരു ഭൂകമ്പം അല്ലെങ്കിൽ ഈ പറയുന്ന സുനാമി ഉണ്ടാകുന്നത്. ഇതുണ്ടാകും. ഏതാണ്ട് 30 വർഷങ്ങൾക്ക് ശേഷം ജപ്പാനെ ഏതാണ്ട് കീഴ്മേൽ മറിക്കുന്ന തരത്തിലുള്ള വലിയൊരു പ്രകൃതി ദുരന്തം ഉണ്ടാകാൻ പോകും. അതായത് ജപ്പാനിലെ നങ്കായ് തോട്ടിൽ ഒരു വലിയ ഭൂചലനം ഉണ്ടാകാനുള്ള സാധ്യത 75 മുതൽ 82% വരെ വർദ്ധിച്ചതായിട്ട് ഇക്കഴിഞ്ഞ മാർച്ചിലാണ് ജപ്പാൻ ഭരണകൂടം ഔദ്യോഗികമായി പറഞ്ഞത്. അങ്ങനെ ഒരു ഭൂചലനം ഉണ്ടാവുകയാണെങ്കിൽ അതിൻ്റെ തുടർച്ചയായിട്ട് രാക്ഷസ തിരമാലകളുമായിട്ട് വലിയ സുനാമി ഉണ്ടാകും. അങ്ങനെ സംഭവിച്ചാൽ 2,98,000 പേർക്കെങ്കിലും ജീവൻ നഷ്ടപ്പെടും. എന്ന് പറഞ്ഞാൽ 3 ലക്ഷത്തോളം പേർ ജീവൻ നഷ്ടപ്പെട്ട് പോകുമെന്നർത്ഥം. കൂടാതെ $2 ട്രില്യൺ നഷ്ടം ആ ജപ്പാനിലെ വിവിധ നഗരങ്ങളിലായിട്ടുണ്ടാകും. അപ്പോൾ ഇത്തരത്തിലൊരു ദുരന്തം ഉണ്ടാകും എന്നത് മുന്നിൽ കണ്ടുകൊണ്ട് ജപ്പാൻ ഇപ്പോൾ പ്രവർത്തിക്കുന്നു എന്ന് പറഞ്ഞാൽ റിയോ തത്സുഗിയുടെ പ്രവചനത്തെ ഭയന്നിട്ടല്ല, ആ 30 വർഷത്തെ കഴിഞ്ഞുണ്ടാകുന്ന ദുരന്തം മുന്നിൽ കണ്ടുകൊണ്ട് ഞങ്ങൾ ചില പ്രവർത്തനങ്ങൾ നടത്തുന്നു എന്ന് വരുത്തി തീർക്കുന്നു. ഇവിടെ 2 കാര്യങ്ങളുണ്ട്. കാരണം ജനങ്ങളുടെ പൂർണ്ണമായ ആശങ്ക അകറ്റാൻ ഭരണകൂടത്തിന് സാധിക്കുന്നില്ല. കാരണം ഇത് ശാസ്ത്രീയ അടിത്തറയില്ലാത്തതാണ്, നിങ്ങൾ ഭയക്കണ്ട എന്നൊക്കെ പറയുന്നുണ്ട് ഒരു വശത്തും. മറുവശത്ത് ഞങ്ങൾ ചില പ്രതിരോധ പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ ഇത്തരത്തിലൊരു കലാമിറ്റി വന്നാൽ അതിനെ അതിജീവിക്കാൻ വേണ്ട കാര്യങ്ങൾ, അതായത് ഇത്തരത്തിൽ എന്തെങ്കിലും തരത്തിലുള്ള ഒരു പ്രകൃതി ദുരന്തമോ അല്ലെങ്കിൽ പറയുന്ന സുനാമിയോ ഒക്കെ വന്നാൽ അതിനെ അതിജീവിക്കാൻ വേണ്ട നടപടികൾ സ്വീകരിക്കുന്നുണ്ട് എന്ന് ജപ്പാൻ ഭരണകൂടം ബോധ്യപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട്. ഇവിടെ എന്താ പറഞ്ഞാൽ റിയോ തത്സുഗിയുടെ പ്രവചനങ്ങളെ അതിനെ എങ്ങനെ തള്ളിക്കളയാം? 1999 റിയോ തത്സുഗി ഫ്യൂച്ചർ ഐസോ എന്ന് പറയുന്ന പുസ്തകം എഴുതിയത്. ആ സമയത്ത് ഈ പുസ്തകത്തിന് വലിയ പ്രാധാന്യമൊന്നും ഉണ്ടായിരുന്നില്ല. എന്നാൽ 2011 മാർച്ചിലെ തൊഹാക്ക ഭൂകമ്പം ഉണ്ടായതിനു ശേഷം ഈ പുസ്തകത്തിന് വലിയ പ്രചാരം കിട്ടി. കാരണം ഈ ഫ്യൂച്ചർ ഐസോ എന്ന പുസ്തകത്തിൽ ഇതിനകത്ത് എഴുതിയിട്ടുണ്ടായിരുന്നു 2011 മാർച്ചിലെ വലിയ ദുരന്തം. ഇങ്ങനെയുള്ള ഒരു ഭയാനകമായ വെളിപ്പെടുത്തൽ പിന്നീട് ജനങ്ങൾ കണ്ടെത്തി. ഇതോടുകൂടി ഒറ്റ രാത്രി കൊണ്ട് റിയോ തത്സുഗി എന്ന് പറയുന്നത് ഒരുപാട് ആരാധകരെ സൃഷ്ടിച്ച ഒരു എഴുത്തുകാരിയായി മാറി. ഇവർ ശരിക്കും ഒരു എഴുത്തുകാരി മാത്രമാണെന്നാണ് പറയുന്നത്. പിന്നീട് ഇവരുടെ ആരാധകർ അല്ല ഇവരെ പിന്തുണയ്ക്കുന്നവർ പറഞ്ഞു ഇവരാണ് 2021 2021 കാലഘട്ടത്തിലൊക്കെ ഉണ്ടായിരുന്ന COVID-19 ഇതിനെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകി, ഡയാന രാജകുമാരിയുടെ അപകടത്തെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകി. പക്ഷേ ഇതിൽ വിശ്വസനീയമായ കാര്യം 2021
ആ സമയത്തുണ്ടായ ഒരു ഭൂകമ്പം, അതായത് മാർച്ചിലുണ്ടായ ഭൂകമ്പം, ഇത് മാർച്ചിലാണ് ഉണ്ടാകുന്നതെന്ന് ഇവർ വ്യക്തമാക്കിയിരുന്നു. ഇതിനുശേഷം ഇവർ പറയുന്ന കാര്യങ്ങളെല്ലാം ശരിയാണെന്നും അതിനനുസരിച്ച് പ്രവർത്തിക്കണമെന്ന് പറയുന്നു. ഇപ്പോൾ ജപ്പാൻ എന്ന് പറയുന്ന രാജ്യത്തെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഈ ഭൗമപാളികൾ തമ്മിൽ തെന്നിമാറുകയോ കൂടിച്ചേരുകയോ ചെയ്യുന്ന പ്രദേശത്താണ്, അല്ലെങ്കിൽ ആ പ്രദേശത്തെയാണ് ജപ്പാൻ എന്ന് വിളിക്കുന്നതും. അതായത് ഭൂകമ്പ ശാസ്ത്രജ്ഞർ നിരന്തരം പറഞ്ഞിട്ടുണ്ട്, ലോകത്ത് ഏറ്റവും അധികം ഭൂകമ്പങ്ങൾ ഉണ്ടാകുന്ന രാജ്യങ്ങളിലൊന്നാണ് ജപ്പാൻ എന്നും അതിൽ നിന്ന് നമുക്ക് പെട്ടെന്നൊരു മോചനമൊന്നും സാധ്യമല്ല. കാരണം അതായത് പസഫിക് സമുദ്രത്തിലെ റിംഗ് ഓഫ് ഫയറിൻ്റെ പടിഞ്ഞാറേ അറ്റത്തുള്ള 4 പ്രധാന ടെക്ടോണിക് പ്ലേറ്റുകളിൽ അതിൻ്റെ മുകളിലായിട്ട് സ്ഥിതി ചെയ്യുന്ന രാജ്യം എന്നാണ് ജപ്പാനെ വിശേഷിപ്പിക്കുന്നത്. അതുകൊണ്ടാണ് ലോകത്ത് മൊത്തം ഉണ്ടാകുന്ന ഭൂകമ്പങ്ങളുടെ 18% ജപ്പാനിലാണ് ഉണ്ടാകുന്നതെന്ന് പറയുന്നത്. ഈ ജപ്പാനിൽ ഇപ്പോൾ മാത്രമല്ല, ഏതാണ്ട് 1400 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഇത്തരത്തിലുള്ള ഭൂകമ്പങ്ങൾ ആരംഭിച്ചിട്ടുണ്ട് എന്ന് വ്യക്തമാക്കുന്ന ചില സൂചനകളൊക്കെ പുറത്തു വന്നിട്ടുണ്ട്. എന്തായാലും ഇവിടെ ഓഫീസ് നിർമ്മിക്കുകയോ വീട് നിർമ്മിക്കുകയോ മറ്റ് കെട്ടിടങ്ങൾ നിർമ്മിക്കുകയോ ഒക്കെ ചെയ്യുമ്പോൾ തന്നെ ഭൂകമ്പത്തെ പ്രതിരോധിക്കാൻ കഴിയുന്ന സാങ്കേതിക വിദ്യയോട് ഉപയോഗിക്കുന്നുണ്ട്. അപ്പം ഈ റിയോ തത്സുഗി പറഞ്ഞതുകൊണ്ടല്ല ഇത്തരത്തിലുള്ള പ്രതിരോധ സംവിധാനം വരുന്നത്. ഇത് എത്രയോ കാലമായി ജപ്പാനിൽ നടത്തിക്കൊണ്ടുവരികയാണ്. അപ്പം 30 വർഷങ്ങൾക്ക് ശേഷം നങ്കായ് തോട്ടിൽ ഒരു വലിയ ഭൂകമ്പമുണ്ടാകാം. അതിൻ്റെ തുടർച്ചയായിട്ട് ഈ പറയുന്ന സുനാമി ഉണ്ടാകാം. സുനാമി എന്ന് പറയുന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ സമുദ്രത്തിൻ്റെ അടിത്തട്ടിൽ ഏതാണ്ട് കിലോമീറ്ററുകളോളം താഴേക്ക് ചെന്നാൽ അവിടെ ഒരു വലിയ സ്ഫോടനം ഉണ്ടാകും. അങ്ങനെ ലാവ പുറത്തേക്ക് പ്രവഹിക്കും. അങ്ങനെ ചൂടേറിയ ലാവ അല്ലെങ്കിൽ തിളച്ചു മറിയുന്ന കടൽ ജലം പുറത്തേക്ക് വമിക്കുമെന്നും അത് ജപ്പാനിലെ ജനങ്ങളെ കൊന്നൊടുക്കുമെന്നും പറയുന്നു. ഒപ്പം തന്നെ ജപ്പാനിലെ പ്രധാന കെട്ടിടങ്ങളെയൊക്കെ തന്നെ കടൽ വിഴുങ്ങുകയും ചെയ്യും. അപ്പം ഭൂകമ്പം, സുനാമി തുടങ്ങിയ ഭീകരമായ ഒരു അന്തരീക്ഷം വരികയാണെങ്കിൽ അതിനെ മുന്നിൽ കണ്ടുള്ള പ്രവർത്തനം ഏതാണ്ട് 30 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ജപ്പാൻ ആരംഭിച്ചു എന്ന് പറഞ്ഞാൽ ആ രാജ്യത്തിൻ്റെ ഒരു സ്ട്രെങ്താണ് വെളിപ്പെടുത്തുന്നത്. കാരണം എപ്പോഴോ സംഭവിക്കാനിരിക്കുന്ന ഒരു ദുരന്തത്തെ അതിജീവിക്കാൻ വേണ്ടി അവിടുത്തെ ജനങ്ങളോട്, വ്യവസായികളോട്, അവിടുത്തെ കാർഷിക മേഖലയിലുള്ളവരോട്, പൊതുജനങ്ങളോടൊക്കെ തന്നെ ജപ്പാൻ ഭരണകൂടം ആശയ സംവേദനം നടത്തുന്നുണ്ട്. നിങ്ങൾ ഇതിനനുസരിച്ച് പ്രവർത്തിക്കണം, നിങ്ങൾ ഇതിനെ പ്രതിരോധിക്കാൻ ഉള്ള കപ്പാസിറ്റി നേരിടണം, ഇത്തരം ഒരു സംഭവം ഉണ്ടായാൽ അതിനെ എങ്ങനെ അതിജീവിക്കുമെന്ന് പരിശീലിക്കണം. ഇക്കാര്യങ്ങളെല്ലാം തന്നെ ജപ്പാൻ ഭരണകൂടം ചെയ്യുന്നു. അപ്പോൾ റിയോ തത്സുഗിയുടെ ഈ നിലപാട് പൂർണ്ണമായും തെറ്റാണ്. അവർ വെറുതെ പരിഭ്രാന്തി ഉണ്ടാക്കുകയാണ്. അപ്പോൾ നമുക്കൊരു സംശയമുണ്ട്, എന്തുകൊണ്ടാണ് ഈ ബൾഗേറിയൻ ജ്യോതിഷിയായ ബാബ വെങ്കയുടെ പേരിൽ ഇപ്പോൾ ഇവരെ അറിയപ്പെടുന്നത്? ഇവരെ ഇപ്പം ജപ്പാനിലെ ബാബ വെങ്കി എന്ന് പറയുന്നത് കാരണം ഈ ബൾഗേറിയൻ ജ്യോതിഷ് എന്ന് പറയുന്നത് അവരാണ് 2ാം ലോക മഹായുദ്ധം പ്രവചിച്ചത്, അതുപോലെ ബോറിസ് മൂന്നാമൻ്റെ മരണം പ്രവചിച്ചത്, ചെർണോബിലെ ദുരന്തം പ്രവചിച്ചത്, ഇതൊക്കെ പറയുന്നുണ്ട്. ഇതിന് സമാനമായ രീതിയിൽ ഇവിടുത്തെ അതായത് ഈ പറയുന്ന റിയോ തത്സുഗിയും ചില പ്രവചനങ്ങൾ നടത്തുന്നു. അതായത് ജൂലൈ 5 പുലർച്ചെ 4:18 ജപ്പാനിൽ ഒരു വലിയ പ്രകൃതി ദുരന്തമുണ്ടാകും. ആ പ്രകൃതി ദുരന്തം ഉണ്ടാകുമെന്ന് മുന്നറിയിപ്പ് നൽകുന്നത് കൊണ്ട് തന്നെ ജപ്പാൻ ഭരണകൂടം അതിനനുസരിച്ചുള്ള നിലപാടുകൾ സ്വീകരിക്കണം എന്നാണ് പറയുന്നത്. ഇതിന് മറ്റൊരു കാര്യമെന്ന് പറയുന്നത് ഈ ജപ്പാൻ ജനതയ്ക്ക് ഏറ്റവും കൂടുതൽ ആശങ്ക ഉണ്ടായത് തോഗാര ദ്വീപിൽ ഏതാണ്ട് 14-15 ദിവസത്തിനുള്ളിൽ ഏതാണ്ട് 1000-ഓളം ഭൂചലനങ്ങളുണ്ടായി. ഇതിൽ ഒരു ഭൂചലനം 5.5 റിക്ടർ സ്കെയിലിൽ രേഖപ്പെടുത്തി. തൊട്ടടുത്ത ദിവസം ഏതാണ്ട് സമാനമായ രീതിയിലുള്ള ഭൂചലനം ഉണ്ടായെന്നും ജപ്പാൻ ഭരണകൂടം അത് മറച്ചു വെച്ചു എന്നൊക്കെയാണ് പറയുന്നത്. എന്തായാലും 2011 ഉണ്ടായ ഭൂചലനത്തെക്കാൾ വലിയ ഭൂചലനമായിരിക്കും, അല്ലെങ്കിൽ അന്നത്തെ ഈ സുനാമി തിരമാലകളുടെ 3 ഇരട്ടി ശക്തിയുള്ള തിരമാലകൾ ഇത്തവണ ഉണ്ടാകുമെന്നാണ് പറയുന്നത്. ഇതിന് മറ്റൊരടിസ്ഥാനം പറയുന്നത് ചൈനയിൽ ഇപ്പോൾ തുടർച്ചയായി വെള്ളപ്പൊക്കം ഉണ്ടാകുന്നു, 40,000-ഓളം ആളുകളെ മാറ്റിപ്പാർപ്പിച്ചു. ഇതൊക്കെ തന്നെ ആശങ്ക സൃഷ്ടിക്കുന്ന. ചുരുക്കം പറഞ്ഞാൽ ഈ പറയുന്ന റിയോ തത്സുഗിയുടെ ഒരു പ്രവചനം കൊണ്ട് ജപ്പാൻ്റെ സമ്പദ് വ്യവസ്ഥയ്ക്ക് വലിയ ഇടിവുണ്ടായിരിക്കുന്നു. ടൂറിസം മേഖല, ഹോട്ടൽ വ്യവസായം ഇതെല്ലാം തകർന്നു. അവിടുത്തെ ജനങ്ങൾ ഓഫീസിലോ ഫാക്ടറികളിലോ അതുപോലെ തന്നെ കമ്പനികളിലേക്കോ ഒന്നും തന്നെ പോകുന്നില്ല. സമ്പദ് വ്യവസ്ഥയെ ബാധിക്കുന്നു മാത്രമല്ല, ഇവിടേക്ക് എത്താൻ നിശ്ചയിച്ചിരുന്ന പലരും വിമാനയാത്രകൾ ഉൾപ്പെടെ റദ്ദാക്കിയിട്ടുണ്ട്. അങ്ങനെ വിമാന സർവീസുകൾ റദ്ദാക്കിയത് മൂലമുള്ള നഷ്ടം മറ്റൊരു വശത്ത് കിടക്കുന്നു. എന്തായാലും ഈ ജൂലൈ 5 ഒന്നും സംഭവിക്കില്ല എന്ന് തന്നെയാണ് ജപ്പാൻ ഭരണകൂടം വീണ്ടും ആവർത്തിച്ച് പറയുന്നത്. നിങ്ങൾ ഭയചകിതരായി ഇരിക്കേണ്ട, നിങ്ങൾക്ക് ഒരു പ്രശ്നവും ഉണ്ടാകില്ല, ഭരണകൂടം നിങ്ങളുടെ കൂടെയുണ്ട്. മുൻകൂട്ടി റിയോ തത്സുഗി പറഞ്ഞ പല കാര്യങ്ങളും ഫലിക്കാതെ വന്നിട്ടുണ്ട്. അതുപോലെയാണ് ഈ ഭൂകമ്പ പ്രവചനവും. ഈ ഭൂകമ്പ പ്രവചനം നടത്തിയാൽ അതിൻ്റെ തുടർച്ചയായിട്ട് സുനാമി ഉണ്ടാകുമെന്നാണ് പറയുന്നത്. അത്തരത്തിൽ ഒരു ആശങ്കയ്ക്കും ഇടവരുത്തില്ല. ചൈനയിൽ ഇപ്പോൾ ഉണ്ടാകുന്നത് മൺസൂൺ കാലത്തുണ്ടാകുന്ന വെള്ളപ്പൊക്കമാണ്, അതും ഇതുമായിട്ട് യാതൊരു ബന്ധവുമില്ല എന്നൊക്കെ പറയുന്നു. എന്തായാലും ഈ ഫ്യൂച്ചർ ഐസോ എന്ന് പറയുന്ന ബുക്കിൽ റിയോ തത്സുഗി എഴുതുന്നത് താൻ കണ്ട സ്വപ്നങ്ങൾ, തൻ്റെ മനസ്സിൽ തോന്നിയ ആശയങ്ങൾ, ഇതിൽ 15 സ്വപ്നങ്ങളിൽ 13 ഫലിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ജൂലൈ 5
പുലർച്ചെ 4:18 ജപ്പാനിൽ ഒരു വലിയ ഭൂകമ്പം നടക്കും എന്ന് പറയുന്നത് ഫലിക്കും എന്നുള്ള സൂചന നൽകുന്നു. പക്ഷേ ഭരണകൂടം ഔദ്യോഗികമായി ഇപ്പം സോഷ്യൽ മീഡിയയിലടക്കം പ്രഖ്യാപിച്ചു കഴിഞ്ഞു, ഇതിന് വലിയ പ്രചാരം കൊടുക്കരുത്, ഇത്തരത്തിലുള്ള പ്രചാരങ്ങൾ തികച്ചും വാസ്തവവിരുദ്ധമാണ്, ഒരാൾക്കും ഇത്തരത്തിലുള്ള പ്രവചനം നടത്തി ശരിയാണെന്ന് വരുത്തി തീർക്കാൻ ഇന്ന് വരെ ലോകത്ത് സാധിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ശാസ്ത്രീയമായ അടിത്തറയില്ലാത്ത കാര്യങ്ങൾ പ്രചരിപ്പിച്ച് ജനങ്ങൾ സ്വയം ആശങ്ക വരുത്തി വെക്കണ്ട. ജപ്പാൻ ഭരണകൂടം നിങ്ങളുടെ കൂടെയുണ്ട്. ഇങ്ങനെ കൃത്യമായി പറഞ്ഞതുകൊണ്ട് തന്നെ നമുക്കും പ്രതീക്ഷിക്കാം ഏതാണ്ട് 24 മണിക്കൂർ കൂടി കഴിയുമ്പോൾ ജപ്പാനിൽ ഇത്തരത്തിലുള്ള യാതൊരു പ്രകൃതി ദുരന്തങ്ങളും ഉണ്ടാകില്ല. ജപ്പാൻ ഭരണകൂടം അവിടുത്തെ ജനങ്ങൾക്ക് ഉറപ്പ് നൽകിയതോടുകൂടി ലോക ജനതയും അതിൻ്റെ ഒരു ആഹ്ലാദത്തിൽ, അതിൻ്റെ ഒരു ആശ്വാസത്തിലാണ്. അങ്ങനെ തന്നെ സംഭവിക്കട്ടെ എന്ന് നമുക്കും പ്രാർത്ഥിക്കാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.